നോക്കിക്കേ മക്കളെ, 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്കൊരു ചായ വാങ്ങിച്ചത്. ചോറെന്തെങ്കിലും വാങ്ങി തരട്ടേക്കാ? അതൊന്നും വേണ്ട, ഒരു ചായ മതി. നിങ്ങളെവിടുന്നാ? ഞാനേ എൻ്റെ മോൻ്റെയും കുട്ടികളോട് ഊട്ടിക്ക് ടൂറ് പോയതാ. അവരുടെ അടുത്ത് ഞാൻ വഴിതെറ്റി പോയി. വീട്ടിലേക്ക് പോണ വഴിയാ. പോലീസ് സ്റ്റേഷനിലൊന്ന് പോയി നോക്കാറുന്നില്ലേ? സ്റ്റേഷനിൽ ഞാൻ പോയിരുന്നു. അവിടെ ആരും പരാതി കൊടുത്തിട്ടില്ല. ഞാൻ വീട്ടിലെത്തുന്നവർ വിചാരിച്ചിട്ടുണ്ടാവേ. പോണം, വീട്ടിലേക്ക് പോകണം. എനിക്ക് മൂപ്പരെ പോക്ക് കണ്ടിട്ടേ അത്ര പന്തിയായി തോന്നില്ലട്ടാ. നമുക്ക് ആളെ എന്നാല് വീട്ടിലാക്കി കൊടുത്താലോ? അല്ലേ? വാ മക്കളെ, ചായ കുടിച്ചിട്ട് പോവാം. ഇനിയിപ്പോ ഇവിടെ 2 റൂം കൂടി പെയിന്റ് അടിക്കാൻ ബാക്കി ഉണ്ടാവുള്ളൂ. ആ എന്തേട്ടാ? ഞാൻ വീട്ടിൽ താമസിക്കുന്ന ആളാ. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നവരൊക്കെ ഈ വീട് വിറ്റ് പോയല്ലോ, ഹോസ്റ്റലിൽ പോയി. എടാ, ആളെ അവർ ഒഴിവാക്കിയതാട്ടോ. അതെ, എനിക്ക് വീട് മാറിയതാ. ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്നോട്ടെ. ആ ആയിരുന്നോ? 10-30 കൊല്ലേ ദുബായിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാ. സ്വന്തം മോനല്ലേ, ചോദിച്ചപ്പോൾ എഴുതി കൊടുത്തു. നിങ്ങൾ പൊക്ക മക്കളെ, ഞാനും പോവാ. ഞങ്ങളിവിടെ പഠിക്കാൻ വന്ന പിള്ളേരാണ്. കൂടെ പഠിക്കുന്ന 3-4 പേരൊക്കെ കൂടിയിട്ട് ഒരു വീടെടുത്ത് താമസിക്കാണ്. ഒരു ചെറിയ വീടാണ്. എല്ലാവരും കൂടി നിലത്ത് പായൊക്കെ വീശിട്ട് ഒരുമിച്ച് കിടക്കുന്ന ഒരു സെറ്റപ്പാണ്. പട്ടിണിയാവില്ല. നിങ്ങൾ നമ്മളോടെ വരുന്നോ? വേണ്ട മോനെ, അത് വേണ്ട. നമ്മളെല്ലാവരോടും ചോദിച്ചു, എല്ലാവർക്കും ഓക്കെയാണ്. നിങ്ങൾ നേരത്തെ എനിക്കൊരു ചായ വാങ്ങിച്ചു, അതുപോലത്തെ ഒരു ചായ ഒന്നും കൂടി വാങ്ങിച്ചു. ഓ ശരിയായ വീഡിയോ കേട്ടോ. സംഭവം അടിപൊളി സെറ്റ് കണ്ടന്റ് കേട്ടോ. അടിപൊളിയായിനി. എന്താ എന്നെ പറയാനാ, ഇത്ര സഹായിക്കാൻ നമ്മൾ തമ്മിൽ എന്ത് ബന്ധാ മക്കളെ ഉള്ളത്? നമ്മൾ തമ്മിലൊരു ചായ പിടിച്ച ബന്ധല്ലേ, അതുപോലെ. ചിരിയാണ്ടാ പറയാ. അടിപൊളി അഭിനയം കേട്ടാ. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിന്. സെറ്റ്.